Good morning, students. In this class, we are going to discuss about major definitions under GST and important terms under GST. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മൊഡ്യൂൾ 1-ലെ ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് യൂണിറ്റ് 5 മേജർ ഡെഫിനീഷൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ ഡെഫിനീഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. Aggregate turnover is defined in section 2 subsection 6 of the model GST law as aggregate turnover means the aggregate value of all taxable and non-taxable supplies, exempt supplies and export of goods and or services of a person having same PAN to be computed all India basis and exclude taxes, if any, charged under CGST, SGST and IGST Act as the case may be. സോ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് വാല്യൂ ആണ്. അഗ്രിഗേറ്റ് മീൻസ് ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ ആൻഡ് നോൺ ടാക്സബിൾ സപ്ലൈസ്. ടാക്സബിൾ സപ്ലൈസിൻ്റെയും നോൺ ടാക്സബിൾ സപ്ലൈസിൻ്റെയും ടോട്ടൽ അല്ലെങ്കിൽ സമ്മിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈ, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതുപോലെ തന്നെ സെയിം പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന സർവീസുകൾ, ഒരു വ്യക്തി നടത്തുന്ന സർവീസുകൾ എല്ലാം തന്നെ നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ അഗ്രിഗേറ്റ് ടേൺ ഓവറായിട്ട് കണക്കാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ടാക്സസ് എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം, അതായത് CGST, SGST, IGST എന്നീ ഇതിൽ നമുക്ക് ടാക്സുകൾ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾ ഇന്ത്യ ബേസിസിൽ നമ്മൾ ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ കമ്പ്യൂട്ട് ചെയ്യുന്നത്. So aggregate turnover simply means it is the value of all taxable and non-taxable supplies. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ aggregate turnover means aggregate of all taxable supplies. പക്ഷേ ഇവിടെ ഒരു എക്സ്ക്ലൂഷൻ പറയുന്നുണ്ട്. ഇൻവേർട്ട് സപ്ലൈ ഓൺ ടാക്സ് പേയബിൾ ബൈ എ പേഴ്സൺ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. റിവേഴ്സ് ചാർജ് ബേസിസിൽ ഇൻപുട്ട് ടാക്സ് അല്ലെങ്കിൽ ഇൻവേർട്ട് സപ്ലൈസ് നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ ആ സപ്ലൈസിന് നമ്മൾ ഈ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓൾ ടാക്സബിൾ സപ്ലൈസ് എന്ന് പറയുമ്പോൾ അതിൽ എക്സംപ്റ്റ് സപ്ലൈസും എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസും എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ടാക്സുകൾ, സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, ഇതെല്ലാം തന്നെ ഒഴിവാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ കണക്കാക്കുന്നത്. റിവേഴ്സ് ചാർജ് മെക്കാനിസം നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ ഡെഫിനീഷൻ നോക്കുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇൻവേർട്ട് സപ്ലൈസിൽ വരുന്ന, റിവേഴ്സ് ചാർജ് ബേസിസിൽ വരുന്ന ഇൻവേർട്ട് സപ്ലൈസ് ഇതിൽ നിന്ന് അഗ്രിഗേറ്റ് ടേൺ ഓവർ കണക്കാക്കുമ്പോൾ ഒഴിവാക്കേണ്ടതാണ്. സോ അഗ്രിഗേറ്റ് ടേൺ ഓവർ സിംപ്ലി മീൻസ് all taxable supplies. Next definition is manufacture. Manufacture is defined under section 2 subsection 72 of CGST Act 2017. Manufacture means processing of raw materials or input in a manner that result in emergence of new product having a distinct name, character and use, and the term manufacturer shall be constructed accordingly. സോ മാനുഫാക്ചർ എന്ന് പറയുന്നത് ഒരു പുതിയ മെറ്റീരിയലോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസോ ഇൻപുട്സോ ഉപയോഗിച്ച് ഒരു പുതിയൊരു പ്രോഡക്റ്റ്, ഡിസ്റ്റിങ്ക്റ്റ് നെയിം അതുപോലെ ക്യാരക്ടറൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ മാനുഫാക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ മാനുഫാക്ചറർ എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനീഷൻ ഇങ്ങനെയാണ്. മാനുഫാക്ചർ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് അതുപോലെ ഇൻപുട്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ റിസൾട്ട് ആയിട്ട് നമ്മൾ ന്യൂ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് നെയിമും ക്യാരക്ടറും ഉള്ള ഒരു എൻറ്റയർലി ന്യൂ പ്രോഡക്റ്റ് ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ മാനുഫാക്ചർ എന്ന് പറയുന്നത്. അത്തരത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ മാനുഫാക്ചറർ എന്ന നെയിം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡെഫിനീഷൻ ഇസ് ജോബ് വർക്ക് അണ്ടർ സെക്ഷൻ 2 subsection 68 ഓഫ് CGST Act 2017. ജോബ് വർക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റോ പ്രോസസ്സോ ഒരു വ്യക്തി അണ്ടർടേക്കൺ ചെയ്യുന്നു ഏതെങ്കിലും ഒരു ഗുഡ്സിൻ്റെ പുറത്ത്. പക്ഷേ ആ ഗുഡ്സ് എന്ന് പറയുന്നത് വേറൊരു രജിസ്റ്റേർഡ് പേഴ്സൻ്റെ അല്ലെങ്കിൽ വേറൊരു പേഴ്സൻ്റെ ഗുഡ്സിലാണ് ഇദ്ദേഹം ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റോ പ്രോസസ്സോ അണ്ടർടേക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം ആ വ്യക്തിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അത്തരത്തിലുള്ള വർക്കുകൾ, അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റോ പ്രോസസ്സോ ചെയ്യുന്ന
വേറൊരു വ്യക്തിയുടെ ഗുഡ്സിൽ ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ ചെയ്തിട്ട് തിരിച്ചു നൽകുന്നു. ഇത്തരത്തിലുള്ള പ്രവൃത്തികളെയാണ് നമ്മൾ ജോബ് വർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ജോബ് വർക്ക് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ ജോബ് വർക്ക് എന്നാണ് പറയുന്നത്. സോ ജോബ് വർക്ക് മീൻസ് any treatment or process undertaken by a person on goods belonging to another registered person, and expression job worker shall be constructed accordingly. So ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മൾ ഒരു നമ്മുടെ ഒരു കാറ് എന്ത് ചെയ്യുന്നു, ആ കാറിൽ എന്തെങ്കിലും റിപ്പയർ വർക്ക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാറാണ്, അപ്പോൾ ഇതൊരു ഓൾഡ് കാറായി മാറി. അപ്പോൾ അതിനൊന്ന് പോളിഷ് ചെയ്ത് അതിന് ഔട്ട്ലുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു റിപ്പയർ ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു വർക്ക് ഷോപ്പിൽ കൊടുക്കുന്നു. ആ വർക്ക് ഷോപ്പിൽ ആ വ്യക്തി വേറൊരു പെയിൻറ്റ് യൂസ് ചെയ്ത് നമ്മുടെ കാർ ഒന്നും കൂടി മോഡിഫൈ ചെയ്യുന്നു, പോളിഷ് ചെയ്യുന്നു, പിന്നെ അതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഒരു മോഡേൺ കാറാക്കി മാറ്റുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്ത് ആ വർക്ക് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതിനെ നമ്മൾ ജോബ് വർക്ക് എന്ന് പറയുന്നു. ആ വർക്കുകൾ ചെയ്യുന്ന ആ വ്യക്തിയെ ജോബ് വർക്കർ എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറല്ല, പക്ഷേ വേറൊരു വ്യക്തിയുടെ കാറാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ആ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോസസ് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആവാം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്ലോത്താണ് നമ്മൾ കൊടുക്കുന്നത്, ആ ക്ലോത്തിന് കളർ ചെയ്യാൻ അല്ലെങ്കിൽ ഡൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊരു പ്രവൃത്തിയാണെങ്കിലും അതിനെ നമ്മൾ പറയുന്നത് ജോബ് വർക്ക് എന്നാണ്. ഇത്തരത്തിലുള്ള വർക്കുകളെ നമ്മൾ പറയുന്നത്. So the next one is casual taxable person under section 2 subsection 20 of CGST Act. So a casual taxable person means a person who occasionally undertakes transaction involving supply of goods and services or both in the course of furtherance of business, whether a principal or agent or any other capacity in a state, union, territory where he has no fixed place of business. ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ഒക്കേഷണലി, വല്ലപ്പോഴും, കാഷ്വൽ എന്ന് പറയുന്നത് തന്നെ ഒക്കേഷനാണ്, എന്തെങ്കിലും ഒക്കേഷണലി ആയിട്ട് വല്ലപ്പോഴും എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ടാക്സബിൾ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിൽ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസസോ ചെയ്യാനായിട്ട് അദ്ദേഹം ഒക്കേഷണലി ആണ് ഇത്തരം ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അദ്ദേഹത്തിന് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അല്ലാതെയോ എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻസ് നടത്താം. അതുപോലെ അദ്ദേഹം ഒരു പ്രിൻസിപ്പളായിട്ടോ ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടായിരിക്കും ആ ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്നത്. സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറീസിലോ അദ്ദേഹത്തിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനം ഇല്ല, അല്ലെങ്കിൽ ബിസിനസ് പ്ലേസ് ഇല്ല. അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. സോ എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ does not have a fixed place of business in the state or union territory where he undertakes supply through might be registered with regard to his fixed place of business in some other state or union territory. മറ്റേതെങ്കിലും സ്റ്റേറ്റോ യൂണിയൻ ടെറിട്ടറിയിലോ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ബിസിനസ് പ്ലേസ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിക്സഡ് പ്ലേസ് ഇല്ല, കാരണം കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്. പക്ഷേ അദ്ദേഹം ട്രാൻസാക്ഷൻസിൽ വല്ലപ്പോഴും ഏർപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഒക്കേഷണലി ഏർപ്പെടാറുണ്ട്. അദ്ദേഹത്തിന് ഫിക്സഡ് പ്ലേസ് ഇല്ല. അതുകൊണ്ട് എവിടെയാണോ അദ്ദേഹം ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്നത് അവിടെ അദ്ദേഹം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അനിൽ ആൻഡ് കമ്പനി എൻഗേജ്ഡ് ഇൻ സപ്ലൈങ് ടാക്സബിൾ goods in a registered in Rajasthan. He wishes to participate in business exhibition being held in Delhi. However, he does not have fixed place in the business in Delhi. In case, Anil and company has to obtain registration as a casual taxable person in Delhi. അപ്പോൾ ഇവിടെ അനിൽ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ ടാക്സബിൾ സപ്ലൈസ് നടത്തുന്നുണ്ട്. അവർക്ക് ടാക്സബിൾ സപ്ലൈ നടത്താനുള്ള രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് രാജസ്ഥാനിലാണ്. പക്ഷേ അവർക്ക് നടത്തേണ്ട ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എക്സിബിഷനിൽ അവർക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നടക്കുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ആ ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനം ഇല്ല, അല്ലെങ്കിൽ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു എക്സിബിഷനിൽ അദ്ദേഹം പങ്കെടുക്കണമെങ്കിൽ അവിടെ ഒരു രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഡൽഹിയിൽ രജിസ്ട്രേഷൻ നടത്തുക. അയാൾ സ്ഥിരം എന്ത് ചെയ്യുന്നില്ല,
അവിടെ ഡൽഹിയിൽ ബിസിനസ് നടത്തുന്നില്ല. വല്ലപ്പോഴുമാണ് ഇത്തരത്തിലൊരു എക്സിബിഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ രാജസ്ഥാനിൽ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് പ്ലേസ് രാജസ്ഥാനിലുണ്ടെങ്കിൽ തന്നെ ഈ ഡൽഹിയിൽ ഇത്തരത്തിലൊരു എക്സിബിഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്യുക, ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ള ഒരു സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ഡൽഹിയിൽ രജിസ്ട്രേഷൻ നടത്തുന്നു. ഇനി ചില എക്സെംഷൻസ് ഉണ്ട്. അക്കോർഡിംഗ് ടു ദ നോട്ടിഫിക്കേഷൻ നമ്പർ 32/2017 CT dated 15th September 2017 acts exempted the casual person making supply specific handicapped goods need to be registered only if their aggregate turnover crosses 20 lakhs. അപ്പോൾ ഇവിടെ ഒരു ചെറിയ എക്സെംഷൻ ഉണ്ട്. അതായത് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണ് ഇദ്ദേഹം ആ ഗുഡ്സുമായിട്ടുള്ള ബിസിനസ്സാണ് ഇദ്ദേഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതും റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സാണ് ഇയാൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, ഏത് വ്യക്തി, ഈ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഹാൻഡിക്യാപ്റ്റ് ഗുഡ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള പേഴ്സണിന് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് 20 lakhs മുകളിലാണ് ടേൺ ഓവറെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, രജിസ്ട്രേഷൻ ചെയ്താൽ മതി. അല്ല എങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ നിന്നുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം 10 lakhs മുകളിലാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട്, 10 lakhs മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ടേൺ ഓവറെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് എ ഒക്കേഷണലി അണ്ടർടേക്കിംഗ്. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മീൻസ് എ പേഴ്സൺ ഹു ഒക്കേഷണലി അണ്ടർടേക്സ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫ് ബോത്ത് in the course or furtherance of business, whether as principal, agent or any other capacity in a state or union territory where he has no fixed ബിസിനസ്. അപ്പോൾ ഒക്കേഷണലി ടാക്സബിൾ ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. So the next definition is agriculturist. Agriculturist means a person who cultivates land personally for the purpose of agriculture. Agriculturist means an individual or Hindu undivided family who undertakes cultivation of land by own labor or by labor of family, by servants on wages payable in cash or kind, or by hired labor under personal supervision of any member of the family. സോ അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഹൂ ഈസ് എ പേഴ്സൺ ഹൂ കൾട്ടിവേറ്റ്സ് ലാൻഡ് പേഴ്സണലി. ഏതെങ്കിലും കൃഷിപ്പണി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു കൃഷിപ്പണി ചെയ്യുന്ന, പേഴ്സണലായിട്ട് കൃഷിപ്പണി ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ ആവാം, ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ആ ഒരു എന്താ പറയുക, ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് നടത്തുന്ന കൃഷി പണിയാവാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവർക്ക് ഏത് രീതിയിലും ലാൻഡിൽ കൾട്ടിവേഷൻ ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം ലേബർ, ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ടുള്ള ആ വ്യക്തി തന്നെ എന്ത് ചെയ്യാം, കൃഷിപ്പണിയിൽ ഏർപ്പെടാം. അല്ലെങ്കിൽ അവരുടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയൊക്കെ ആണെങ്കിൽ ആ മെമ്പേഴ്സ് മൊത്തമായിട്ടും എന്ത് ചെയ്യുന്നു, ഈ ഒരു കൃഷിപ്പണി ചെയ്ത് അവർ അങ്ങനെ ആ രീതിയിൽ അവരെല്ലാവരും തന്നെ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നു. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും സെർവൻസിനെ, കൃഷിപ്പണിക്കാരെ വെച്ചുകൊണ്ട് വേജസ് നൽകിക്കൊണ്ട്, അത് ക്യാഷ് ആവാം അല്ലെങ്കിൽ കൈൻഡ് ആവാം, അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ആ നെല്ലുകൾ തന്നെ എന്ത് ചെയ്യാം, നെല്ലോ എന്താണോ കൾട്ടിവേറ്റ് ചെയ്യുന്നത് അത് തന്നെ അവർക്ക് കൊടുക്കാം. അത് അവരുടെ ഓപ്ഷനാണ്. അല്ലെങ്കിൽ ലേബേഴ്സിനെ പുറത്തുനിന്ന് ഹയർ ചെയ്തതിന് ശേഷം പേഴ്സണൽ സൂപ്പർവിഷൻ നടത്താം. പേഴ്സണൽ സൂപ്പർവിഷൻ ആ വ്യക്തിക്ക് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ ഏതെങ്കിലും മെമ്പേഴ്സ് ഒരാൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലായിട്ട് സൂപ്പർവിഷൻ നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറിസ്റ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് മേൽനോട്ടം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൾട്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിൽ പേഴ്സണെയാണ് നമ്മൾ അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത്. So agriculture means a person who cultivates land personally for the purpose of agriculture. Next definition is goods. Goods is defined according to section 2 subsection 52 of CGST Act 2015. Goods means every kind of movable property other than money or security, but includes auctionable claims, growing crops, grass and things attached to or
forming part of land which are agreed to be served before supply or under contract of supply. സോ ഗുഡ്സ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടീസുമാണ്. എല്ലാ ടൈപ്പ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടീസ്, ഒരു സ്ഥലത്ത് നിന്ന് ഫിസിക്കലായിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന എല്ലാ ടാഞ്ചിബിൾ ആയിട്ടുള്ള തിങ്സിനെയും നമ്മൾ ഗുഡ്സ് എന്ന് ജി എസ് ടിയിൽ പറയും. പക്ഷേ അവിടെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ദറ്റ് ഈസ് മണി ആൻഡ് സെക്യൂരിറ്റീസ്. മണിയും സെക്യൂരിറ്റീസും നമ്മൾ ഗുഡ്സായിട്ട് കണക്കാക്കില്ല. മണിയും സെക്യൂരിറ്റീസും നമ്മൾ ഗുഡ്സിൻ്റെ കാറ്റഗറിയിൽ പെടുത്താറില്ല. പക്ഷേ നമ്മൾ ഓപ്ഷണബിൾ ക്ലെയിംസ്, അതുപോലെ ക്രോപ്സ്, ഗ്രോ ചെയ്യുന്ന ലാൻഡുമായിട്ട് ചേർന്ന് ഗ്രോ ചെയ്യുന്ന ഗ്രാസ്, ക്രോപ്സ്, അതുപോലെ തന്നെ ലാൻഡിൻ്റെ പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന മറ്റ് വസ്തുക്കളൊക്കെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ഗുഡ്സായിട്ട് തന്നെ കണക്കാക്കുന്നു. സപ്ലൈ ആയിട്ട് നമുക്ക് സപ്ലൈ നടത്താനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഓഫ് സപ്ലൈ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഗുഡ്സായിട്ട് കണക്കാക്കുന്നു. So goods means any kind of movable properties other than money and security. Next one is business. According to section 2 subsection 17, business means any trade, commerce, manufacture, profession, vocation, adventure, wager or any other similar activity, whether or not it is for the pecuniary benefit, any activity or transaction in connection with or incidental or ancillary to clause A above, any activity or transaction in the nature of clause A above, whether or not there is a volume, frequency, continuity or regularity of such transaction, and supply or acquisition of goods including capital assets and services in connection with commencement or closure of business. So business എന്ന് പറയുന്നത് ഏതൊരു ട്രേഡോ, കൊമേഴ്സോ, മാനുഫാക്ചറോ, പ്രൊഫഷനോ, വൊക്കേഷണലോ, അഡ്വഞ്ചറോ അല്ലെങ്കിൽ വേജറോ അല്ലെങ്കിൽ ഏതെങ്കിലും സിമിലർ ആക്ടിവിറ്റീസ് ആവാം. അതിന് പിനിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി ബെനിഫിറ്റാണ്. മോണിറ്ററി അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ബെനിഫിറ്റ് കിട്ടുന്നതും കിട്ടാത്തതും ആവാം. രണ്ട് രീതിയിലും നമ്മളത് ബിസിനസ്സായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ക്ലോസ് എ എന്ന് പറയുന്ന ട്രേഡ്, കൊമേഴ്സ് ആക്ടിവിറ്റീസ്, ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇൻസിഡൻഷ്യലോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇൻസിഡൻഷ്യലോ ആൻസിസ്റ്ററി ആയിട്ട്, അതായത് ഇതിൻ്റെയൊക്കെ സബ്സിഡിയറി ആയിട്ട്, അത് പറയുന്ന ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചർ, പ്രൊഫഷൻ, ഇതിൻ്റെയൊക്കെ സബ്സിഡിയറി ആയിട്ട് വരുന്ന ഏത് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വരുന്ന ആക്ടിവിറ്റീസും എന്തായിട്ട് തന്നെ നമ്മൾ കണക്കാക്കും? ബിസിനസ്സായിട്ട് തന്നെ നമ്മൾ കണക്കാക്കും എന്നുള്ളതാണ് ബി ക്ലോസിൽ പറയുന്നത്. ദെൻ സി ക്ലോസ് എന്താണെന്ന് നോക്കാം. എനി ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ ഇൻ നേച്ചർ ഓഫ് സബ് ക്ലോസ് എ. ഈ പറയുന്ന എ എന്ന് പറയുന്ന ക്ലോസിൻ്റെ വരുന്ന സബ് ക്ലോസ് ആണ് സി എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ട്രാൻസാക്ഷൻ്റെ വോളിയം, ഫ്രീക്വൻസി, കണ്ടിന്യൂറ്റി, റെഗുലാരിറ്റിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന മറ്റ് ട്രാൻസാക്ഷൻ എല്ലാം തന്നെ നമ്മൾ ബിസിനസ് തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സപ്ലൈ ഓർ അക്വിസിഷൻ ഓഫ് ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് അക്വിസിഷൻ മീൻസ് വാങ്ങിക്കുക അല്ലെങ്കിൽ സപ്ലൈ നടത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ ഗുഡ്സോ സർവീസസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്, ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ക്ലോഷ്യറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന സപ്ലൈയോ അക്വിസിഷനോ, ഗുഡ്സ് സപ്ലൈ ചെയ്യുകയോ അക്വിസിഷൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ബിസിനസ് തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പ്രൊവിഷൻ ബൈ എ ക്ലബ്, അസോസിയേഷൻ, സൊസൈറ്റി or any such body for the subscription or any other consideration for the facilities or benefits of its members. ഇനി ഏതെങ്കിലും ക്ലബ്ബോ അസോസിയേഷനോ സൊസൈറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലെ ഇൻകോർപ്പറേറ്റ് ചെയ്ത ബോഡി അവർ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവർ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയും അതിൻ്റെ ബെനഫിറ്റ്സ് ആ മെമ്പേഴ്സിന് തന്നെ നൽകുന്ന രീതിയിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയും നമ്മൾ ബിസിനസ്സായിട്ട് കണക്കാക്കുന്നു. നെക്സ്റ്റ് ഈസ് അഡ്മിഷൻ ഫോർ എ കൺസിഡറേഷൻ ഓഫ് പേഴ്സൺസ് ടു ദി പ്രിമിസസ്. അപ്പോൾ എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് പ്രിമിസസിലേക്ക് അഡ്മിഷൻ, എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൺസിഡറേഷൻ വാങ്ങാറുണ്ട്. അതിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ബിസിനസ്സായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ദെൻ സർവീസ് സപ്ലൈഡ് ബൈ എ പേഴ്സൺ ഫോർ ആസ് എ ഹോൾഡർ ഓഫ് എ ഓഫീസ് വിച്ച് ഹാസ് ബീൻ ആക്സെപ്റ്റഡ് ബൈ ഹിം ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ഇറ്റ്സ് ട്രേഡ്, പ്രൊഫഷൻ, വൊക്കേഷൻ.
ഇനിയിപ്പോൾ ഏതെങ്കിലും പേഴ്സൺ ഏതെങ്കിലും ഓഫീസുകൾ ഹെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതുപോലുള്ള ബിസിനസ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ പ്രൊഫഷൻ വൊക്കേഷൻ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവിടെ ഒരു ഓഫീസ് ഇട്ടുകൊണ്ട് എന്തെങ്കിലും സ്ഥാപനം നടത്തുന്നതെങ്കിൽ അത്തരത്തിലുള്ള പേഴ്സൺസിനെയും അല്ലെങ്കിൽ അത്തരത്തിൽ സർവീസുകളെയും നമ്മൾ ബിസിനസ്സായിട്ട് കണക്കാക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് റേസ് ക്ലബ്ബ്. എന്തെങ്കിലും റേസ് ക്ലബ്ബുകൾ നടത്തുകയോ അല്ലെങ്കിൽ ലൈസൻസ് ആ ക്ലബിൻ്റെ ഭാഗമായിട്ട് ബുക്കുകൾ ലൈസൻസ് ചെയ്തുകൊണ്ട് പ്രകാശിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അതും നമ്മൾ ബിസിനസ്സായിട്ട് തന്നെ കണക്കാക്കുന്നത്. അതുപോലെ എനി ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ഇൻ ദേ ആർ എൻഗേജ്ഡ് ആസ് പബ്ലിക് അതോറിറ്റീസ് ഷാൽ ബി ഡീം ടു ബി ബിസിനസ്. അത് ബിസിനസ് അല്ല. ഡീം ടു ബി എന്ന് പറഞ്ഞാൽ ടു ബി കൺസിഡേർഡ് എന്നുള്ള അർത്ഥമാണ്. അത് യഥാർത്ഥത്തിൽ അല്ലെങ്കിലും അതായിട്ട് കണക്കാക്കണം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസോ ട്രാൻസാക്ഷൻസോ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് അതോറിറ്റിയോ ബിസിനസ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്തുവാണെങ്കിൽ അതും നമ്മൾ ബിസിനസ്സായിട്ട് തന്നെ കണക്കാക്കണം. അപ്പോൾ ഇതാണ് ബിസിനസ്സിൻ്റെ ഡെഫിനീഷൻ. ഇത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ബിസിനസ്സായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഇൻ GST. നെക്സ്റ്റ് ഡെഫിനീഷൻ ഈസ് വർക്ക്സ് കോൺട്രാക്ട്. വർക്ക്സ് കോൺട്രാക്ട് ഹാവ് ബീൻ ഡിഫൈൻഡ് to mean any agreement for carrying out or for cash deferred payment or any valuable consideration, building, construction, fabrication, erection, installation, fit out, improvement, modification, repair, renovation or commissioning of any movable or immovable property, deeming for works contract as services should be simplified taxation of works contract. However, whether a particular contracting structure qualifies as a work contract is defined that the taxpayer would need to undertake. സോ വർക്ക്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ്. എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിലൂടെ നമ്മൾ ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ, നമുക്കൊരു വീട് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോൺട്രാക്റ്റ് കൊടുക്കാവുന്നതാണ്. അതിനെയാണ് നമ്മൾ വർക്ക്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീട് മുഴുവനായിട്ടും വേണ്ട, അതിൻ്റെ ഏതെങ്കിലും ഒരു വർക്ക് മാത്രം എന്തെങ്കിലും ഒരു വർക്ക് മാത്രം നമുക്ക് കൊടുക്കാവുന്നതാണ്. കൺസ്ട്രക്ഷൻ മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫിറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വർക്കും നമ്മൾ കോൺട്രാക്റ്റ് നൽകിക്കൊണ്ട് ചെയ്യുന്നതിനെ നമ്മൾ വർക്ക്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ വർക്ക്സ് കോൺട്രാക്റ്റ് ഹാവ് ബീൻ ഡിഫൈൻഡ് ആസ് എൻ എഗ്രിമെൻറ്റ് ഫോർ ക്യാരിങ് ഔട്ട് ക്യാഷ് ഓർ ഡീഫേർഡ് പേയ്മെൻറ്റ് ഓർ അതർ വാല്യുബിൾ കൺസിഡറേഷൻ. അപ്പോൾ ക്യാഷ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഡീഫേർഡ് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യുബിൾ കൺസ്ട്രക്ഷൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള സർവീസുകൾ ചെയ്യുന്നത്. അത് ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക്സ് ആവാം, ഫാബ്രിക്കേഷൻസ് ആവാം, എറക്ഷൻ ആവാം, ഇൻസ്റ്റാളിംഗ് ആവാം, ഇംപ്രൂവ്മെൻറ്റ്, മോഡിഫിക്കേഷൻ, റിപ്പയർ, റിന്യൂവൽ, കമ്മീഷനിങ് ഓഫ് എനി മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൽ നടത്തുന്ന വർക്ക്സ് ആവാം, അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൽ നടത്തുന്ന വർക്ക് ആവാം. എല്ലാം തന്നെ നമ്മൾ വർക്ക്സ് കോൺട്രാക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ വർക്ക്സ് കോൺട്രാക്റ്റ് സർവീസുകൾ നടത്തുമ്പോൾ ടാക്സേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആ വർക്ക്സ് കോൺട്രാക്റ്റിൻ്റെ അതനുസരിച്ചാണ് നമ്മൾ ടാക്സേഷൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വർക്ക്സ് കോൺട്രാക്റ്റ്. Next definition is deemed export. Deemed export has been defined to include transaction in which goods supplied do not leave India and the payment for supplied is received either in Indian rupees or in convertible foreign exchange. The transaction will be get convert with deemed export shall be notified by the government. The model GST law is presently silent on the treatment of supplies to cess or STPs or EOUs. It is likely that the same may be find place in such notification. Further, zero-rated supply status is expected to be to be deemed എക്സ്പോർട്ട്സ്. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഒരു ഫോറിൻ കൺട്രിയിലേക്ക് നമ്മൾ ഗുഡ്സ് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഡീംഡ് എക്സ്പോർട്ട് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡീംഡ് എന്ന് പറഞ്ഞാൽ ടു ബി കൺസിഡേർഡ് ആസ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് അല്ല എങ്കിൽ പോലും നമ്മൾ എക്സ്പോർട്ടായിട്ട് കണക്കാക്കണം. അതിനെയാണ് നമ്മൾ ഡീംഡ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡീംഡ് എക്സ്പോർട്ടായിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ടായിട്ട് കണക്കാക്കേണ്ടത് ഏതൊക്കെ സിറ്റുവേഷനിലാണെന്നാണ്.
നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യം, അതായത് ഇന്ത്യ വിട്ട് പുറത്തേക്ക് ഫോറിൻ കൺട്രിയിലേക്ക് നമ്മൾ ട്രാൻസാക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളത് എക്സ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യ വിട്ട് പോകുന്നില്ല, അവിടെ തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ അതായത് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ പോലും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? അത് എക്സ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം സെസ് യൂണിറ്റ്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സ് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ ഇക്കണോമിക് സോൺസ്, ഇക്കണോമിക് സോൺസ് അതുപോലെ നമ്മൾ സെയിം പ്ലേസിൽ തന്നെയാണെങ്കിൽ പോലും എന്നിരുന്നാൽ പോലും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? അതൊരു എക്സ്പോർട്ട് അല്ലെങ്കിൽ പുറത്ത് ഒരു ഫോറിൻ കൺട്രി ആയിട്ടാണ് നമ്മൾ സെസ് യൂണിറ്റ്സിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഡീംഡ് എക്സ്പോർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Next definition is person. Person according to section 2 subsection 84 of CGST Act 2017, a person include an individual or HUF or a company, a firm, a limited partnership, association of person, and a corporation established by or under the Central Act, a body corporate incorporated, a cooperative society, a local authority, a central government or state government, society as defined as a Society Registration Act, trust, every artificial judicial പേഴ്സൺ. അപ്പോൾ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജി എസ് ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ജി എസ് ടിയിൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം, ഒരു ഫേം ആവാം, ഒരു ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ഫേം ആവാം, ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം, വിച്ച് ഈസ് ഇൻകോപ്പറേറ്റഡ് ഓർ നോട്ട്, ഓർ ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ബിസിനസ്, ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നതോ അല്ലെങ്കിൽ പുറത്ത് ബിസിനസ് നടത്തുന്നതോ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ആക്റ്റോ സ്റ്റേറ്റ് ആക്റ്റോ പ്രകാരം അത്തരത്തിലുള്ള കോർപ്പറേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ്, എനി കോർപ്പറേറ്റ് ബോഡീസ് കൺട്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തോ എനി കോർപ്പറേറ്റ് ബോഡി ഉണ്ടെങ്കിൽ അവർ അത്തരത്തിലുള്ള പേഴ്സൺ. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുന്ന വ്യക്തികൾ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം നടത്തുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദെൻ ലോക്കൽ അതോറിറ്റി, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ, അതുപോലെ തന്നെ സൊസൈറ്റി ആസ് ഡിഫൈൻഡ് ആസ് അണ്ടർ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860. ദെൻ എന്തെങ്കിലും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ദെൻ എവറി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ നോട്ട് ഫോളോയിങ് വിത്ത് ദ എനി ഓഫ് എബോ. ഇനി മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിൽ പെടാത്ത ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഉണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്? പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മാത്രമല്ല, ഈ പറയുന്ന എല്ലാവരും തന്നെ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് മിക്സഡ് സപ്ലൈ. So according to section 2 subsection 74 of CGST Act, a mixed supply means two or more individual supplies of goods or services or any combination thereof made in conjunction with each other by a taxable person for a single price where such supply does not constitute a കോമ്പസിറ്റ് സപ്ലൈ. സോ മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 74 ഡിഫൈൻ ചെയ്യുന്നത്. ഒന്നോ അതിൽ കൂടുതലോ ഇൻഡിവിജ്വൽ സപ്ലൈസ് ഒരുമിച്ച് നമ്മളൊരു കോമ്പിനേഷൻ പോലെ കൊടുക്കുന്നു. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രൈസ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ മീൻസ് two or more individual supplies of goods or services or any combination thereof made in conjunction with each other by a taxable person for a single price where such supply does not constitute composite supply. കോമ്പസിറ്റ് സപ്ലൈയിൽ പെടാത്തതാണ് നമ്മൾ മിക്സഡ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഒരു പെന്നും ടൈയും ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ യാതൊരുവിധ ചേർച്ചയും ഇല്ല. എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും ഒരുമിച്ച് നൽകുന്നു. അതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ ഒറ്റ പ്രൈസിൽ, ടൈക്ക് 10 റുപ്പീസ്, ഇതുപോലെ പെന്നിന് 10 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു കോംബോ ഓഫറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും കൂടി ഒരുമിച്ച് വിൽക്കുന്നു. ഒരുമിച്ച് 20 റുപ്പീസ് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ 18 റുപ്പീസിന് രണ്ടും കൂടി എടുക്കുമ്പോൾ കൊടുക്കുന്നു. അപ്പോൾ രണ്ട് ഇൻഡിവിജ്വൽ സപ്ലൈ ആയിട്ട് പെന്ന് തനിയെ വിൽക്കാനും അതുപോലെ ടൈ തനിയെ വിൽക്കാനും നമുക്ക് സാധിക്കും. എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും കൂടി മിക്സഡ് സപ്ലൈ ആയിട്ട് കൊടുക്കുന്നു.
അതായത് വ്യത്യസ്തമായിട്ടുള്ള ഗുഡ്സാണ്. ഒരുമിച്ച് വിൽക്കാനായിട്ടുള്ളത് രണ്ടും ഒരുമിച്ച് വിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. ഒറ്റയ്ക്ക് വിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. പെന്ന് മാത്രം വിൽക്കാനായിട്ടും ടൈ മാത്രം വിൽക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ ഒരുപാട് പ്രോഡക്ട്സുകൾ ഒരുമിച്ച് കൊടുക്കാം നമുക്ക്, അല്ലേ? ഇത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഒരുമിച്ച് വിൽക്കാനായിട്ട് സാധിക്കും. അത് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കാൻ സാധിക്കുമെങ്കിലും നമ്മളൊരു കോമ്പിനേഷനായിട്ട് കൊടുത്തുകൊണ്ട് ഒരു സിംഗിൾ പ്രൈസാണ് ഈടാക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ മിക്സഡ് സപ്ലൈ എന്ന് പറയും. അപ്പോൾ മിക്സഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മിക്സഡ് ആണ്. മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വിൽക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എല്ലാം വ്യത്യസ്തമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, അതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒറ്റ പ്രോഡക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൈസിൽ നമ്മൾ വിൽക്കുന്നു. അതിനെയാണ് നമ്മൾ മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത്. സോ 2 or more individual supplies, ഇത് ഇൻഡിവിജ്വൽ സപ്ലൈസ് ആണ്. 2 or more individual supplies of goods or services or any combination thereof made in conjunction with each other by a taxable person for a single price where such supply does not constitute mixed supply. Next is composite supply. According to section 2 subsection 30 of CGST Act, composite supply means a supply made by a taxable person to a recipient consisting of 2 or more taxable supply of goods or services or both, or any combination thereof, which are naturally blended and they are supplied in conjunction with each other in an ordinary course of business, one of which is principal supply. സോ ഇവിടെ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 30 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാക്സബിൾ പേഴ്സൺ റെസിപ്പിയൻറ്റിന് കൊടുക്കുന്നത് ഒന്നോ അതിൽ കൂടുതലോ ടാക്സബിൾ സപ്ലൈസ് ആയിട്ടാണ്. പക്ഷേ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നാച്ചുറലി ബ്ലൻഡഡ് ആണ്. നാച്ചുറലായിട്ട് അത് അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് അത് ബൈൻഡ് ചെയ്തിരിക്കുവാണ്. അതങ്ങനെ കൊടുക്കുകയേ അത് ശരിയാവുള്ളൂ. അങ്ങനെ നാച്ചുറൽ ബ്ലൻഡഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നാച്ചുറലി ഒരു ബൈൻഡിങ് ഉള്ള പ്രോഡക്റ്റ്സ് ആണ്. അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മൾ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, ഒരു ബിസിനസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ്. ഇതിൽ ഇത്തരത്തിൽ നമ്മൾ കോമ്പിനേഷനായിട്ട് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഒരു പ്രിൻസിപ്പൽ സപ്ലൈയും ബാക്കി അതിനോടനുബന്ധിച്ച് വരുന്ന സപ്ലൈസ് ആയിരിക്കും. പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ മെയിൻ സപ്ലൈ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളൊരു ഹോട്ടലിൽ നമ്മളൊരു റൂം എടുക്കുമ്പോൾ അവിടെ ആ റൂം എടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഫുഡ് അല്ലെങ്കിൽ ആ റൂം എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓഫറിൻ്റെ ഭാഗമായിട്ട് റൂം എടുത്താൽ ആ റൂം എടുക്കുന്ന വ്യക്തികൾക്ക് അവിടുത്തെ ലഞ്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും എന്തിൽ ഉൾപ്പെട്ടിട്ടാണ്, ഹോട്ടൽ റൂമിൻ്റെ ആ ഹോട്ടൽ റൂമിൻ്റെ റെൻറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി, ഈ നമ്മൾ ഫുഡ് സ്വീകരിക്കുന്നതിൻ്റെ പ്രൈസും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മളവിടെ താമസിക്കുമ്പോൾ ആ ഫുഡിൻ്റെ പ്രൈസും കൂടി അവരെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും, ഈ ഫുഡ് തരുന്നതും അതുപോലെ ഹോട്ടൽ റൂമും രണ്ടും എന്ത് ചെയ്യുന്നു, അത് രണ്ടും നാച്ചുറലി ബ്ലെൻഡഡ് ആണ്, അല്ലേ? അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മളൊരു പ്ലെയിനിൽ പ്ലെയിനിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ UAE പോകാനായിട്ട് ടിക്കറ്റ് എടുക്കുന്നു. ആ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതെന്താണ്, അവിടെ നമുക്ക് അതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആണെന്ന് പറയാൻ സാധിക്കും. കാരണം ആ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ട്രാവലിങ്ങിൽ ആവശ്യമായിട്ടുള്ള ഫുഡ് കൂടി അവരതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു ആ ട്രാവൽ ചാർജിൽ. നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് നമ്മൾ UAE പോകുമ്പോൾ അത്രയും സമയം നമുക്ക് അവിടെ ഫുഡില്ലാണ്ട് നമ്മൾ അവിടെ എത്തേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 4-5 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. ഈ ടിക്കറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത്, ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഫുഡിൻ്റെ ചാർജ് കൂടി അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ഇത്രയും മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ട്രാവലേഴ്സിന് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും, ഫുഡ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്, അത് നാച്ചുറലി ബ്ലെൻഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം സർവീസുകൾ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് കേസ് ഹോട്ടലിൻ്റെ എക്സാമ്പിളാണെങ്കിൽ, ഹോട്ടലിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെയോടൊപ്പം വരുന്ന ഫുഡ് കിട്ടുന്ന ആ ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസും, അതുപോലെ തന്നെ നമ്മളൊരു ട്രാവൽ ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടെയും നമ്മൾ ഫുഡ് പ്രൊവൈഡ്
പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും രണ്ടും എന്താണ് നാച്ചുറലി ബ്ലെൻഡഡ് ആണ്. അപ്പോൾ അത് എന്താ പറയുക, അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് സപ്ലൈയിൽ നമ്മൾ പ്രിൻസിപ്പൽ സപ്ലൈ ഒന്ന് പ്രിൻസിപ്പൽ സപ്ലൈയും മറ്റേത് അതിനോടനുബന്ധിച്ച് വരുന്ന സപ്ലൈ ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഹോട്ടലിൽ റൂം എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും മെയിൻ പേർപ്പസ്. അപ്പോൾ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഹോട്ടലിൽ റൂം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പ്രിൻസിപ്പൽ സപ്ലൈ. ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ റൂം എടുത്തത് കൊണ്ടാണ് ഫുഡ് നമുക്ക് കിട്ടിയത്, അല്ലാതെ ഫുഡ് മാത്രമായിട്ട് നമുക്ക് വിൽക്കാനായിട്ട് പറ്റില്ലല്ലോ. അത് നമുക്കെന്താണ്, അത് അതിനോട് അനുബന്ധിച്ച് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് ഹോട്ടൽ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നമ്മളൊരു ട്രാവൽ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. ട്രാവൽ ടിക്കറ്റിൻ്റെ ഒപ്പം നമുക്ക് കിട്ടിയതാണ് ഫുഡ് ആൻഡ് ബിവറേജസ്. അപ്പോൾ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് ആ പറയുന്ന ട്രാവൽ ടിക്കറ്റ് തന്നെയാണ്. നമ്മുടെ മെയിൻ പേർപ്പസിൽ വരുന്ന അതാണ് പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് വരുന്നത്. അപ്പോൾ മിക്സഡ് സപ്ലൈ പോലെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സപ്ലൈ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. പ്ലെയിനിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുന്ന ആ സർവീസസ്, ഫുഡ് കൊടുക്കുന്ന ആ ഫുഡും ബിവറേജസും ഈ ട്രാവലിൻ്റെ ഒപ്പം കിട്ടുന്നത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കാനായിട്ട് സാധിക്കില്ല. കോമ്പിനേഷനായിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തേ വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തേ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്തരം സപ്ലൈസിനെയാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. Next is exempted supply according to section 2 subsections 47 of GST Act. Exempted supply means supply of any goods or services or both which attracts nil rate or tax, or which may be wholly exempted from the tax under section 11 or under section 6 of the Integrated Goods Service Act. It includes non-taxable supply. Exempted supply എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽ റേറ്റ് അല്ലെങ്കിൽ ടാക്സ് ഇല്ല, ഒരു ടാക്സും സീറോ റേറ്റഡ് ആണ്, ടാക്സ് ഒന്നും തന്നെ ഇല്ല. അതിനെയാണ് നമ്മൾ എക്സെംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. അത് ആ ഒരു സെക്ഷൻ 11 GST ആക്ട് പ്രകാരവും IGST ആക്ട് സെക്ഷൻ 6 പ്രകാരവും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ എക്സെംപ്റ്റഡ് സപ്ലൈസ് ആണ്. അതുപോലെ നോൺ ടാക്സബിൾ സപ്ലൈസിനെ നമ്മൾ എക്സെംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ നിൽ റേറ്റഡ് ആയിട്ടുള്ള, സീറോ റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടാക്സ് ഒന്നും തന്നെ ഇല്ലാത്ത നോൺ ടാക്സബിൾ സപ്ലൈസിനെ എല്ലാം തന്നെ നമ്മൾ എക്സെംപ്റ്റഡ് സപ്ലൈസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ഡെഫിനീഷൻ ഈസ് പ്രിൻസിപ്പൽ സപ്ലൈ. നമ്മൾ നേരത്തെ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ പഠിച്ചപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈയിൽ നമ്മൾ പറഞ്ഞതാണ് പ്രിൻസിപ്പൽ സപ്ലൈ ഏതെങ്കിലും ഒന്ന് പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് വരുമെന്ന്. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 90 CGST ആക്ട് പ്രകാരം പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് പ്രീഡോമിനൻ്റ് എലമെൻ്റ് ആയിട്ട് വരുന്ന സർവീസുകളോ ഗുഡ്സിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പൽ സപ്ലൈ കോമ്പോസിറ്റ് സപ്ലൈയുടെ ഒരു പാർട്ടാണ്. മറ്റേത് ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് സപ്ലൈ എന്നാണ് പറയുന്നത്. കോമ്പോസിറ്റ് സപ്ലൈയുടെ സെക്കൻഡറി ആയിട്ടാണ് ഈ പറയുന്ന ഡിപ്പെൻഡൻറ്റ് സപ്ലൈ വരുന്നത്. പ്രിൻസിപ്പൽ സപ്ലൈ ആണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ പ്രിൻസിപ്പൽ സപ്ലൈയുടെ എത്രയാണോ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് അനുസരിച്ചായിരിക്കും എൻറ്റയർ ഗുഡ്സിൻ്റെ ടാക്സ് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഇവിടെ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രാവൽ ടിക്കറ്റ് നമ്മൾ എടുക്കുന്നു. ട്രാവൽ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രീഡോമിനൻ്റ് ആയിട്ടുള്ള പേർപ്പസ്, അല്ലെങ്കിൽ പ്രീഡോമിനൻ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ട്രാവൽ ടിക്കറ്റ് എടുക്കുക. അവിടെ പ്ലെയിനിൽ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല നമ്മുടെ മെയിൻ പേർപ്പസ്. എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുക, ഫ്രം ഇന്ത്യ ടു UAE ട്രാവൽ ചെയ്യുക, അതാണ്. അപ്പോൾ ആ ട്രാവൽ ചെയ്യുന്ന ആ ട്രാവലിംഗ് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ സപ്ലൈ. അവിടെ നിന്ന് കിട്ടുന്ന ഫുഡ് ആൻഡ് ബിവറേജസ് എന്താണ്, ഡിപ്പെൻഡൻറ്റ് സപ്ലൈ ആണ്. ഇതെടുത്തത് കൊണ്ടാണ് അത് കിട്ടിയത്. അപ്പോൾ പ്രീഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ് നമ്മൾ പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. പ്രിൻസിപ്പൽ സപ്ലൈക്ക് എത്രയാണോ ടാക്സ് റേറ്റ് വരുന്നത് അതായിരിക്കും നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈയുടെ സമയത്ത് ടാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന റേറ്റ്. പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് ട്രാവലാണ്. ട്രാവലിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് 18% ആണ് ടാക്സും, ഫുഡിനും ബിവറേജിനും നമുക്ക് 12% ആണെങ്കിൽ അവിടെ നമ്മുടെ പ്രിൻസിപ്പൽ സപ്ലൈയുടെ ടാക്സ് ആയിരിക്കും നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ സപ്ലൈ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് പ്രീഡോമിനൻ്റ് എലമെൻ്റ് ആണ്. ആ സപ്ലൈ ഓഫ് ഗുഡ്സിൽ ഏറ്റവും പ്രീഡോമിനൻ്റ് ആയിട്ട് വരുന്ന എന്താണോ, ഗുഡ്സോ സർവീസിലോ പ്രീഡോമിനൻ്റ് ആയിട്ട് വരുന്ന എലമെൻ്റ് ഏതാണോ അതാണ് നമ്മൾ പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. റിവേഴ്സ് ചാർജ് മെക്കാനിസം അക്കോർഡിംഗ് ടു സെക്ഷൻ
2 subsection 98 of CGST Act 2017. Reverse charge means any liability to pay tax by the recipient of supply of goods or services or both instead of supply of such goods or services or both. സോ ഇവിടെ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ടു പേ ടാക്സ് ബൈ ദ റെസിപ്പിയൻറ്റ് ഓഫ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഇൻസ്റ്റെഡ് ഓഫ് സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. സാധാരണയായിട്ട് കൺസ്യൂമർ എന്താ ചെയ്യുന്നത്? കൺസ്യൂമർ എന്ന് പറയുന്നത് റെസിപ്പിയൻ്റ് ആണ്. ഹൂ ഈസ് റിസീവിങ് ദ ഗുഡ്സ്. ആർക്കാണോ ഗുഡ്സ് കിട്ടുന്നത് ആ വ്യക്തിയാണ് നമ്മൾ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിപ്പിയൻ്റ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺസ്യൂമർ എന്താ ചെയ്യുന്നത്? നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ ഒപ്പം എന്ത് ചെയ്യുന്നു, ആ ടാക്സും കൂടി ആ സപ്ലയർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ആ സപ്ലയറാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ്, ഒരു പെൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ പെന്നിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 rupees ആണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 8ഉം ബാക്കി 2 എന്ന് പറയുന്നത് ടാക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 rupees സപ്ലയർക്ക് കൊടുക്കുമ്പോൾ ആ 2 rupees എന്ത് ചെയ്യുന്നു, ആ 2 rupees ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നത് സാധാരണയായിട്ട് നോർമൽ കേസിൽ റിവേഴ്സ് ചാർജ് അല്ല എങ്കിൽ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ സാധാരണയായിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന പൈസ സപ്ലയറാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിലേക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ പേയ്മെൻറ്റ് നടത്തുന്നു. പക്ഷേ റിവേഴ്സ് ചാർജിൻ്റെ കേസാണെങ്കിൽ ഈ പറയുന്ന റെസിപ്പിയൻ്റ് ആയിട്ടുള്ള കൺസ്യൂമർ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, കൺസ്യൂമർ തന്നെയാണ് ഗവൺമെൻറ്റിലേക്ക് പൈസ അടയ്ക്കേണ്ടത്, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടത് സപ്ലയർ അല്ല, മറിച്ച് ഈ പറയുന്ന കൺസ്യൂമർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ വരുന്ന ട്രാൻസാക്ഷൻസ്, അത്തരത്തിൽ വരുന്ന ലയബിലിറ്റീസിനെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടാക്സ് അടക്കാനുള്ള ബാധ്യത സപ്ലയറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് വ്യക്തികളാണ് സാധാരണയായിട്ട് ടാക്സ് അടക്കേണ്ടത് ഗവൺമെൻറ്റിലേക്ക്. അപ്പോൾ ഈ പറയുന്ന റെസിപ്പിയൻ്റ് എന്ന് പറയുന്ന വ്യക്തി രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, കൺസ്യൂമർ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. പക്ഷേ സപ്ലൈ നടത്തുന്ന വ്യക്തി രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഈ സപ്ലയർക്ക് ഒരിക്കലും ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടക്കാൻ പറ്റില്ല. എന്ന് വെച്ച് ടാക്സ് അടക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലയർക്ക് ടാക്സ് അടക്കാൻ കഴിയാത്തത് കൊണ്ട് രജിസ്റ്റേർഡ് പേഴ്സണായ റെസിപ്പിയൻ എന്ത് ചെയ്യേണ്ടത് വരും, ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ അത് റിവേഴ്സ് ചാർജ് എന്നുള്ള രീതിയിലാണ് ടാക്സ് അടക്കുന്നത്. അപ്പോൾ അതിനെയാണ് റിവേഴ്സ് ചാർജ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻ്റർമീഡിയറി. As per Section 2, Subsection 13, Integrated Goods and Service Act 2017, unless the contours otherwise requires, the term intermediary means a broker, agent, or any other person by whatever name called who arranges or facilitates the supply of goods or services or both or securities between two or more persons, but does not include a person who supplies such goods or services or both or securities of his own account. അപ്പോൾ ഇൻ്റർമീഡിയറി എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു ബ്രോക്കർ ആവാം, ഒരു ഏജൻ്റ് ആവാം, അല്ലെങ്കിൽ മറ്റേത് പേര് കൊണ്ട് അറിയപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിൽ നിൽക്കുക അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത്. അത് ഗുഡ്സോ സർവീസസ് ആവാം, സെക്യൂരിറ്റീസ് ആവാം, ഒന്നോ രണ്ടോ പേഴ്സൺസ് ആവാം. അദ്ദേഹം നടത്തുന്ന സപ്ലൈ എന്ന് പറയുന്നത് സപ്ലൈയെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഏജൻറ്റ്, ബ്രോക്കർ, ഇത്തരത്തിലുള്ള പേരുകളെല്ലാം തന്നെ ഇൻ്റർമീഡിയറി ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ ഇസ് ഔട്ട്വേർഡ് സപ്ലൈ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 73. ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത് ഒരു വ്യക്തി അദ്ദേഹം ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുന്നു. അത് സെയിലോ ട്രാൻസ്ഫറോ ബാറ്ററോ എക്സ്ചേഞ്ചോ ലൈസൻസോ റെൻറ്റൽ, ഡിസ്പോസൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീൻ എന്നുള്ള രീതിയിൽ ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടോ ബിസിനസ്സിൻ്റെ പുറത്തു നിന്നുകൊണ്ടോ കൊടുത്തുന്ന ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ സിംപ്ലി മീൻ സെയിൽസ് ആണ്. ബിസിനസ്സിൻ്റെ പുറത്തേക്ക് നമ്മൾ സാധനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ, ബിസിനസ്സിൻ്റെ പുറത്തേക്കാണ് സപ്ലൈ പോകുന്നത്.
ദാറ്റ് ഈസ് സെയിൽസ് ആണ് മെയിനായിട്ട്. സെയിൽസ് ആവാം, ട്രാൻസ്ഫർ ആവാം, ബാറ്റർ ആവാം, അതുപോലെ തന്നെ എക്സ്ചേഞ്ച്, ലൈസൻസ്, റെൻറ്റൽ, ലീസ്, ഇത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് വൗച്ചർ. വൗച്ചർ മീൻസ് എനി ഇൻസ്ട്രുമെൻറ്റ് where there is an obligation to accept it as a consideration or a part of consideration for the supply of goods or services, or both, where the goods or service or both is supplied, or the identities of their potential supplies are either indicated on the instrument itself or is related documentation including terms and consideration use of such instrument. So voucher എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് കൺസിഡറേഷനായിട്ട് നമ്മൾ സപ്ലൈസ് നടത്തുമ്പോൾ, സപ്ലൈഡ് ഗുഡ്സോ സർവീസസോ നടത്തുമ്പോൾ അത് കൺസിഡറേഷനായിട്ട് കണക്കാക്കേണ്ടതാണ് ഗുഡ്സോ സർവീസസിൻ്റെ ഭാഗമായിട്ട്. അത് പൊട്ടൻഷ്യൽ സപ്ലയേഴ്സിന് അവർ എപ്പോഴാണോ പറ്റുന്നത് ആ രീതിയിൽ ആ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ചിലപ്പോൾ ആ ടേംസ് ഓഫ് കണ്ടീഷൻ അനുസരിച്ച് ആ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗിഫ്റ്റ് വൗച്ചേഴ്സൊക്കെ കിട്ടാറുണ്ട് അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ 1000 റുപ്പീസിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. ഈ ഒരു കടയിൽ പോയിട്ട് ഈ വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ 1000 റുപ്പീസിൻ്റെ സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 1000 റുപ്പീസ് ക്യാഷായിട്ട് കൊടുക്കുന്നതിന് ആ കൺസിഡറേഷന് പകരം നമ്മൾ എന്താ കൊടുക്കുന്നത്? ഈ ഒരു വൗച്ചറിൻ്റെ പേപ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് വൗച്ചർ നമുക്കപ്പോൾ കിട്ടുന്നു. അപ്പോൾ നമ്മളവിടെ ആ കൺസിഡറേഷൻ അല്ലെങ്കിൽ വൗച്ചർ അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ആ ഗുഡ്സ് തരാനുള്ള കൺസിഡറേഷനായിട്ട്, നമുക്കറിയാം ഒരു ഗുഡ്സ് തന്നെങ്കിൽ എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഉണ്ടാവണം. ഒന്നില്ലെങ്കിൽ പ്രൈസ്, അല്ലെങ്കിൽ അതിനോട് വേർത്ത് ആയിട്ടുള്ള എന്തെങ്കിലും. അപ്പോൾ പ്രൈസിന് പകരം നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? ഈ ഒരു വൗച്ചർ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് location of a recipient of services according to section 2 subsection 14. Location of recipient of services. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസിപ്പിയൻറ്റ് മീൻസ് ഹൂ ഇസ് റിസീവിങ് ദ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന കൺസ്യൂമറിൻ്റെ ലൊക്കേഷൻ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്, ദ സപ്ലൈസ് റിസീവ് ദ പ്ലേസ് ഓഫ് ബിസിനസ്. നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് പ്ലേസ് ഓഫ് ബിസിനസ്, ആ റിസീവ് ചെയ്യുന്ന വ്യക്തിയുടെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ, അല്ലെങ്കിൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്ലേസ്, ലൊക്കേഷൻ ഏതാണോ, അതാണ് നമ്മൾ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് റിസീവ് ചെയ്യുന്ന പ്ലേസ്, അതായത് രജിസ്റ്റർ ചെയ്ത പ്ലേസിന് അല്ല എങ്കിൽ അദ്ദേഹത്തിന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്ലേസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനം എവിടെയാണോ അതാണ് നമ്മൾ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് കണക്കാക്കുന്നത്. ദെൻ മോർ ദാൻ വൺ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ്, ഒന്നിൽ കൂടുതൽ ബിസിനസ് എക്സ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ആ ലൊക്കേഷനിലെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനം എവിടെയാണോ അതാണ് നമ്മൾ പ്ലേസ് ഓഫ് ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ലൊക്കേഷൻ ഓഫ് യൂഷ്വൽ പ്ലേസ് ഓഫ് റെസിഡൻസ് ഓഫ് എ റെസിപ്പിയൻ. ആ കൺസ്യൂമറിൻ്റെ യൂഷ്വൽ റെസിഡൻറ്റ് പ്ലേസ് എവിടെയാണോ, അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണോ അതാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, അതാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് അദ്ദേഹം എവിടെയാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ പ്ലേസാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത്തെ കേസിൽ ഏതാണോ അദ്ദേഹത്തിൻ്റെ ഫിക്സഡ് എക്സ്റ്റാബ്ലിഷ്മെൻ്റ് ഉള്ളത്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ നോക്കുന്നത് ഫിക്സഡ് എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് എവിടെയാണോ അതിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് എവിടെയാണോ ഡയറക്റ്റ് കൺസേൺ ആയിട്ട് വരുന്നത് അതെടുക്കുക. ഇതൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് പ്ലേസസ് ദെൻ യൂഷ്വൽ പ്ലേസ് ഓഫ് റെസിഡൻറ്റ് മസ്റ്റ് ബി ടേക്കൻ ആസ് place of supply. Next one is export of services. Export of services is defined into subsection 6 of IGST Act. Export of services എന്ന് പറയുമ്പോൾ സപ്ലൈയുടെ സർവീസസ് ഇന്ത്യയിലായിരിക്കണം. റെസിപ്പിയൻ്റെ സർവീസസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. അപ്പോൾ സർവീസ് കൊടുക്കുന്ന വ്യക്തി എവിടെയാണ്? ഇന്ത്യയിലാണ്.
റെസിപ്പിയൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. കൺസ്യൂമർ ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ദ പ്ലേസ് ഓഫ് സർവീസ്, നമ്മൾ സർവീസുകൾ കൊടുക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഫോറിൻ എക്സ്ചേഞ്ച് മുഖാന്തരം ലഭിക്കുന്ന മണിയാണ്. അതുപോലെ സപ്ലയർ ഓഫ് സർവീസസ് ഓർ റെസിപ്പിയൻ ഓഫ് സർവീസസ് നോട്ട് മിയർലി ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡിസ്റ്റിങ് പേഴ്സൺ ഇൻ അക്കോർഡൻസ് വിത്ത് എക്സ്പ്ലനേഷൻ 1 in Section 8. അപ്പോൾ ഇവിടെ സപ്ലയർ അല്ലെങ്കിൽ റെസിപ്പിയൻ എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആവാം. അത് ആ സർവീസിൻ്റെ നേച്ചർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എക്സ്പോർട്ട് ഓഫ് സർവീസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സപ്ലയറിൻ്റെ സർവീസ് കൊടുക്കുന്ന വ്യക്തി ഇന്ത്യയിലും റെസിപ്പിയൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയുമാവും. അങ്ങനെയുള്ളതിന് എക്സ്പോർട്ട് ഓഫ് സർവീസസ് എന്ന് പറയുന്നു. Next one is non-resident taxable person according to 2 subsection 77. Non-resident taxable person means any person who occasionally undertake transaction involving supply of goods or service or both, whether as a principal or agent or in any other capacity, but who has no fixed place in India or resident in India. Resident എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസിക്കാത്ത വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ അദ്ദേഹം കാഷ്വലായിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴുമാണ്, ഒക്കേഷണലി ആണ് അദ്ദേഹം ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്നത്. അദ്ദേഹം ഒരു പ്രിൻസിപ്പളായിട്ടോ അല്ലെങ്കിൽ ഏജൻ്റായിട്ടോ മറ്റേതെങ്കിലും കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സപ്ലൈസിൽ ഏർപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഫിക്സഡ് പ്ലേസോ അല്ലെങ്കിൽ ഇന്ത്യയിലോ റെസിഡൻസോ ഇല്ല. ഇങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മൾ നോൺ റെസിഡൻറ്റ് taxable person എന്ന് പറയുന്നത്. Next is agent. Agent means a person including factor, broker, commission agent, arthya, del creditor agent, and an auctioneer and mercantile agent, whatever name called, who carries business of supplies or recipient of goods or services on behalf of another, whether disclosed or not. സോ ഏജൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അതൊരു ഫാക്ടർ ആവാം, ബ്രോക്കർ ആവാം, കമ്മീഷൻ ഏജൻ്റ് ആവാം, അതുപോലെ തന്നെ ഓപ്ഷണർ ആവാം, മെർക്കൻറ്റൈൽ ഏജൻ്റ് ആവാം. എന്ത് പേര് വിളിച്ചാലും അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് സപ്ലൈ ആവാം, അല്ലെങ്കിൽ റെസിപ്പിയൻറ്റ് അദ്ദേഹം സപ്ലൈ നടത്താം, അല്ലെങ്കിൽ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, അതായത് ഓൺ ബിഹാഫ് ഓഫ് അനദർ, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സപ്ലൈസിൽ ഏർപ്പെടുന്നതെങ്കിൽ ആ വ്യക്തിയാണ് നമ്മൾ ഏജൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൺ ഹൂ ഈസ് ആക്ടിങ് ഫോർ അനദർ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, അതിനെയാണ് നമ്മൾ ഏജൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇടനിലക്കാരൻ എന്ന് പറയുന്നത്. ഇവിടെ ഇടനിലക്കാരൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഏജൻ്റ് എന്ന് പറയുന്ന വ്യക്തി ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, അദ്ദേഹം മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആവാം, ബ്രോക്കർ ആവാം, കമ്മീഷൻ ഏജൻ്റ് ആവാം. ഏത് പേര് വേണ്ടി നമുക്ക് ഇട്ട് വേണമെങ്കിലും അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അദ്ദേഹം നടത്തുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സപ്ലൈ, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് സപ്ലൈ നടത്തുക, ഗുഡ്സ് സപ്ലൈ നടത്തുക എന്ന് പറയുമ്പോൾ ബോത്ത് എന്ത് ചെയ്യുക, റിസീവും ചെയ്യാം, ഗുഡ്സ് വിൽക്കുകയും ചെയ്യാം, വാങ്ങുകയും ചെയ്യാം. രണ്ട് കാര്യങ്ങളും അതിൽ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ഏജൻ്റ് എന്ന് പറയുന്നത്. Next is capital goods according to section 2 subsection 19 of CGST Act. The value of the capital goods means goods the value of which is capitalized in the books of account of a person claiming the input tax credit and which are used or intended to be used in course or furtherance of business. Capital goods എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗുഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫർദർ പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് മീൻസ് ദ വാല്യൂ വിച്ച് ഈസ് ക്യാപിറ്റലൈസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട് സെക്ഷനിൽ നമ്മൾ എഴുതുന്നതാണ് ക്യാപിറ്റൽ ഗുഡ്സ്. അത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങില്ലേ, അത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. റോ മെറ്റീരിയൽസ്, മെഷീനറി, അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഗുഡ്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഗുഡ്സ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മളത് മാനുഫാക്ചർ ചെയ്ത് ഒരു ന്യൂ പ്രോഡക്റ്റാക്കി മാറ്റുന്നു. അപ്പോൾ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വേറൊരു പ്രോഡക്റ്റാക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തിന് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ടാക്സ് അടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ടാക്സിൻ്റെ ഒപ്പം ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്കത് കീപ്പപ്പ് ചെയ്യാം.
അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ഗുഡ്സ് മീൻസ് ദ വാല്യൂ ഓഫ് വിച്ച് ഈസ് ക്യാപിറ്റലൈസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ ക്ലെയിമിംഗ് ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ഇൻറ്റൻഡഡ് ടു ബി ദ കോഴ്സ് ഓഫ് ബിസിനസ്. പിന്നീടുള്ള ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസിൽ നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത്. ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസ്, മെഷീനറി, പ്ലാന്റ്, ഇതെല്ലാം തന്നെ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ട് ഓഫ് സർവീസസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 11 ഓഫ് IGST ആക്ട്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സപ്ലയർ ഓഫ് സർവീസസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, ഇന്ത്യയുടെ പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയാണ് സപ്ലയർ. റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലാണ് അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ. പ്ലേസ് ഓഫ് സർവീസും എവിടെ തന്നെയായിരിക്കും, ഇന്ത്യയിൽ തന്നെയായിരിക്കും. അത്തരം സർവീസുകളെയാണ് നമ്മൾ ഇമ്പോർട്ട് സർവീസുകൾ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഡെഫിനീഷൻസ് തീർന്നിട്ടില്ല, നമ്മുടെ GSTയിലെ ഡെഫിനീഷൻസ് ഇനിയും ഉണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും നമ്മൾ എടുക്കുന്നുള്ളൂ, അടുത്ത ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സ്റ്റുഡൻസ്, ഹാവ് എ നൈസ് ഡേ.